ഒന്നിച്ച് ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെഷനിൽ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ വിർച്വൽ മീഡിയയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിർച്വൽ പ്ലാറ്റ്ഫോമിൽ കൂടി വന്നിരിക്കുന്നതായ എല്ലാ വാത്സല്യ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമുക്കിന്ന് പകൽക്കാലം ലഭിച്ചതായി ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് UAE പൊതു അവധിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ നമുക്കൊന്നിച്ച് ഈ ഒരു അവധി സമയം ദൈവസ്ഥനിൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായിട്ട് കൂടി വരുവാൻ കർത്താവ് അവസരം തന്നല്ലോ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൈകുന്നേരം നടക്കുന്ന മീറ്റിങ്ങിലും വളരെ ഉത്സാഹത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരട്ടെ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആത്മീയ ഭൗതിക വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി നൽകി തരണം. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള സമയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ, ആകാംക്ഷയോടെ, ശ്രദ്ധയോടെ നാം ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഹൃദ്യമായി ഇടപെടും. വളരെ ഉത്സാഹികളായിരിക്കണം. വചനം കേൾക്കാൻ വളരെ കാതോർപ്പിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി വായിക്കുന്ന തിരുവചനങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളും അതിനോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വചനത്തോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കും. ദൈവം നമ്മെ അതിനായി ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അല്പസമയത്തെ ഒരു ദൈവവചന ചിന്തനത്തിനായി ഒരു വാക്യം പ്രാരംഭത്തിൽ വായിച്ചിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയതായ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ? നമ്മുടെ പിതാവായ 1:3 അല്ലേ? 1:3. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കുന്ന ദൈവം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആരും എന്നെ അനുഗ്രഹിക്കരുത്, അനുഗ്രഹിക്കണ്ട എന്നിഷ്ടപ്പെടുന്നവരാരുമില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കർത്താവെ എന്നെ നീ അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മെ വാസ്തവമായി കർത്താവ് അനുഗ്രഹിക്കും. ഈ ലോകത്തിലായിരിക്കുന്ന നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആഗ്രഹവും എല്ലാം കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കണം. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെഷനിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഏത് നിലയിലുള്ള അനുഗ്രഹമാണ് നാം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മെ ഭൗതികമായി അനുഗ്രഹിക്കാനായിട്ട് നമ്മളെല്ലാവരും താല്പര്യമുള്ളവരാണ്. നല്ല ജോലി നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നല്ല ഭവനം ആഗ്രഹിക്കാറുണ്ട്, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അവരുടെ ഭാവിക്കായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. എന്നാൽ ഇന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ സഭയ്ക്ക് എഴുതി അയക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം, പ്രൈസ് ദി ലോർഡ്, പ്രധാനപ്പെട്ട തൻ്റെ ചിന്ത, കർത്താവേ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെല്ലാവരും അനുഗ്രഹത്തിന്റെ പിറകാലെ പോകുന്നവരാണ്. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ഉന്നതമായ ഒരു അനുഗ്രഹം, കർത്താവേ എനിക്ക് നീ നൽകി തരണമേ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു അനുഗ്രഹം നീ എനിക്ക് നൽകി തരണമേ. ഹൗ ടു റെക്കഗ്നൈസ് ദാറ്റ് ഗോഡ്സ് ഗുഡ് ബ്ലെസ്സിങ്. ഏറ്റവും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ശ്രേഷ്ഠമായ അനുഗ്രഹത്തിനായി നാം എന്ത് ചെയ്യണം? ഈ നാളുകളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയം, നാം ദൈവമക്കളായിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വി നീഡ് ടു പ്രേ ഫോർ ദാറ്റ് എറ്റേണൽ ബ്ലെസ്സിങ്, എന്നും നിലനിൽക്കുന്ന, ഒരിക്കലും മാറ്റി കുറഞ്ഞു പോകാത്തതായ
ഒരിക്കലും ഡിറ്റോറേറ്റഡ് ആകാത്തതായ, ഒരിക്കലും അത് ഡിമിനിഷ്ഡ് ആയി പോകാത്തതായ ഒരു നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ദൈവസന്നദ്ധിയിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ, സ്വർഗത്തിലെ ചില അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സ്വർഗത്തിലെ അനുഗ്രഹവും ഭൂമിയിലെ അനുഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭൂമിയിലെ അനുഗ്രഹം അത് എക്സ്പയറി ഡേറ്റ് ഉണ്ട് അതിന്, അല്ലേ? ഭൂമിയുടെ അനുഗ്രഹത്തിനെല്ലാം ഒരു കാലയളവുണ്ട്. അത് കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമായി തോന്നത്തില്ല. എത്ര പേരുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് പുതുതായി കിട്ടിയ എന്തെങ്കിലും ഒരു സംഗതിയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഉദാഹരണത്തിന്, ഒരു ബ്രാൻഡ് ന്യൂ കാർ മേടിച്ച, നിങ്ങൾ ഉപയോഗിക്കുന്ന കാറ് നിങ്ങൾ ആദ്യം മേടിച്ച സമയം ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ അതിന് പോറലുണ്ടാകുന്നുണ്ടോ, ചെളി വരളുന്നുണ്ടോ, അതിന് കേടുപാടുണ്ടാകുന്നുണ്ടോ, അതിനൊരു ചെറിയ തട്ടോ മുട്ടോ ഉണ്ടായാലൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ ആയിട്ട് ഒരു വണ്ടിയൊക്കെ മേടിച്ച സമയത്ത് ഒരു ചെറിയ സ്ക്രാച്ച് വീണപ്പോൾ തന്നെ എനിക്കങ്ങ് ഭയങ്കര പ്രയാസം. അയ്യോ അയ്യോ, നല്ല പുത്തൻ വണ്ടിയിൽ ഒരു സ്ക്രാച്ചൊക്കെ വീണ്. പിന്നെ ഒരു 6-7-10 വർഷം ആയപ്പോൾ അതിൽ സ്ക്രാച്ചൊക്കെ, അതൊക്കെ വണ്ടി ആയാലും അവിടെ ഇടിക്കുകയും തട്ടും മുട്ടും സ്ക്രാച്ചും ഒക്കെ ഇഷ്ടം പോലെ അതിലുണ്ട്. നമ്മളൊന്നും അത് ഗൗനിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിക്കേ, ഇന്ന് നമ്മൾ ഒരു കാലത്ത് ബ്രാൻഡായിട്ട് ഉപയോഗിച്ച ന്യൂ കാർ ഇന്ന് നമ്മൾ അതേ നിലയിൽ അതിനെ കാണുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാറിൽ എന്തെങ്കിലും ചെറിയ പോറലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗൗനിക്കുന്നുണ്ടോ? കാരണം ഇറ്റ് ബിക്കേം ഓൾഡ്. ആ കാർ വളരെ പഴക്കം ചെന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വി ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് എ വെരി ന്യൂ വൺ. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ച ആ നന്മ കാലഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ മാറ്റെല്ലാം കുറഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. ഇനി അതല്ല, നമുക്ക് ജോലി ദൈവം നൽകി തന്നു, നമ്മൾക്ക് ദൈവം സാമ്പത്തികമായി നമ്മെ അനുഗ്രഹിച്ചു, നമുക്ക് പണം നൽകി തന്നു. എന്നാൽ ഈ പണം എത്ര നാൾ നമ്മുടെ കയ്യിൽ ഇരിക്കും? പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഈ പണം എടുത്ത് വിനിയോഗിക്കും. അതോടുകൂടി ആ പണത്തിന്റെ മൂല്യം തീർന്നു, നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി. അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ അനുഗ്രഹത്തിനും ഒരു വാലിഡിറ്റി ഉണ്ട്, ഒരു എക്സ്പയറി ഉണ്ട്. അത് കഴിഞ്ഞാൽ അതിന് യാതൊരു ഗുണവുമില്ല, യാതൊരു പ്രയോജനവുമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സമയം ദൈവാത്മാവിനാൽ നമ്മളോട് ദൈവം പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കേണ്ടത് സ്വർഗത്തിലെ ആ വലിയ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. സോ ദ റിയൽ ബ്ലെസ്സിങ് of God are spiritual in sense. Praise the Lord. The real blessing of God are spiritual in its essence. എന്നാൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പരാജയം, നമ്മുടെ ഈ ആത്മീയ നന്മകൾ പ്രാപിക്കുന്നതിൽ വിമുഖതയും, നമ്മൾ ഒത്തിരി ഭൗതിക നന്മകൾ നേടുന്നതിൽ തൽപരരുമായിരിക്കുന്നു. ഭൗതികത വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ദൈവം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഭൗതിക നന്മകളെല്ലാം നൽകിത്തരും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്. ദൈവം നമ്മെ ഈ ഭൂമിയിൽ നടത്തുന്ന വേളയിൽ അതെല്ലാം നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കളായ നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ വാഞ്ച ഉണ്ടാകേണ്ടത്, കർത്താവെ, എന്നെ നീ ആത്മീയമായിട്ടൊന്ന് അനുഗ്രഹിക്കണം. ബ്ലസ് മീ ലോർഡ് സ്പിരിച്വലി. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പൊരിക്കൽ ഓർപ്പിച്ചിട്ടുള്ള ഉദാഹരണമാണ്, ഈ സ്പിരിച്വലായിട്ടുള്ള ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നമ്മൾ കടയിൽ ചെന്ന് വില കൊടുത്ത് മേടിക്കുന്ന ഒരു പ്രോഡക്റ്റ് പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഫിസിക്കലായിട്ടുള്ള ബ്ലെസ്സിങ്സ് പലപ്പോഴും ഫ്രീ ആയിട്ട് നമുക്ക് തരുന്ന പ്രോഡക്റ്റാണ്. കടയിൽ ചെന്നാൽ ഒരു സാധനം മേടിച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഫ്രീക്ക് വിലയില്ല. പ്രൈസ് ദി ലോർഡ്. ആ വില കൊടുക്കുന്നത് ആ ഒറിജിനൽ പ്രോഡക്റ്റാണ്. ഫ്രീക്ക് ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് ഫോർ സെയിൽ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന, കർത്താവേ, ഐ ആം നോട്ട് മച്ച് വറീഡ് അബൌട്ട് വാട്ട് യു ആർ ഗോയിങ് ടു ഗീവ് മീ ഇൻ ഫ്രീ. അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരിക തന്നെ ചെയ്യും. നമ്മുടെ ജോലിയോ, നമ്മുടെ നന്മകളോ, നമ്മുടെ വാഹനമോ, നമ്മുടെ വീടോ, കുഞ്ഞുങ്ങളുടെ ഭാവിയോ, വിഷയങ്ങളോ, കല്യാണം, ഇങ്ങനെ വക കാര്യങ്ങളെല്ലാം God has already prepared for it. It is there. ദൈവം അതിൻ്റെ സമയങ്ങളിൽ അത് നമ്മുടെ കയ്യിലിട്ട് തരും. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ പ്രാർത്ഥന, കർത്താവേ, നീ എന്നെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും എന്നെ പ്രൈസ് ദി ലോർഡ് അനുഗ്രഹിക്കണമേ. സോ ഇന്ന് ഈ പകൽക്കാലം ഞാൻ 3 ചിന്ത
നിങ്ങളോടൊന്ന് പങ്കുവെക്കാം. പ്രൈസ് ദി ലോർഡ്. We are trying to recognize that the real value and the real reality of that God's blessing. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ, ആത്മീയ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ പ്രൈസ് ദി ലോർഡ് ഒരു 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 അനുഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈ പ്രഭാതത്തിൽ ഞാൻ പ്രൈസ് ദി ലോർഡ് ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടട്ടെ. ഈ വാക്യത്തിൽ 3 ഇമ്പോർട്ടൻറ്റ് തിങ്സ് റിലേറ്റഡ് ടു ദാറ്റ് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ദ ക്വാണ്ടിറ്റി ഓഫ് അവർ സ്പിരിച്വൽ ബ്ലെസ്സിങ്. എത്രമാത്രം അളവിനാലാണ് നമ്മളെ ദൈവം ഈ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കുന്നത്. അതിനവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം വളരെ പ്രധാനമാണ്. സ്വർഗത്തിലെ സകല പ്രൈസ് ദി ലോർഡ് ആത്മീയ അനുഗ്രഹത്താലും. പ്രൈസ് ദി ലോർഡ്. ഓൾ എന്നുള്ള വാക്ക്, ഇംഗ്ലീഷിൽ ഓൾ എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ മലയാളത്തിൽ സകലതും എന്ന് അർത്ഥമാക്കുന്ന പദം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ദൈവം ഒരിക്കലും തൻ്റെ പക്കലുള്ള അനുഗ്രഹത്തിൽ കുറച്ച് ഇവൻ ഇച്ചിരി കൊടുത്താൽ മതി, കുറച്ച് എൻ്റെ ഇരിക്കട്ടെ എന്ന് ദൈവം വെച്ചിട്ടില്ല. ദൈവം തൻ്റെ കയ്യിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. സോ ഗോഡ് ഹാസ് നെവർ ഹോൾഡ് നത്തിങ് ബാക്ക് ഫ്രം ഹിസ് ചിൽഡ്രൻ. തൻ്റെ മക്കളിൽ നിന്ന് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് മാറ്റി വെക്കാറില്ല. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അമ്മച്ചിമാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞങ്ങളുടെ അമ്മച്ചിമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ അമ്മച്ചിമാരുടെ പ്രത്യേകം ഒരു മീൽ സേഫ് അലമാരയുണ്ട്, അതിനൊക്കെ താഴിട്ട് പൂട്ടി വെച്ചേക്കുകയാണ്. അതിനകത്ത് നല്ല മധുരപലഹാരവും റസ്കും ബിസ്ക്കറ്റും ഒക്കെ അതിനകത്ത് ഇങ്ങനെ ഭദ്രമായി അടച്ചു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെന്തിനാ പൂട്ടി അടച്ചു വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ, ഈ പിള്ളേരായ കൊച്ചുമക്കളായ ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചോദിച്ച് മേടിച്ച് അത് കഴിക്കാതിരിക്കാനായിട്ട്, ഗസ്റ്റ് വരുമ്പോൾ അവരെ ഓണർ ചെയ്യാനായിട്ട്, അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് അമ്മച്ചി അന്നേരം എവിടുന്നോ പാത്ത് വെച്ചിരിക്കുന്ന ഈ താക്കോൽ എടുത്ത് ഈ മീൽ സേഫ്, പണ്ട് ഫ്രിഡ്ജൊക്കെ വളരെ കുറവാണ്, ഈ മീൽ സേഫ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം അലമാര പോലെ ഉണ്ടാക്കുന്ന ചില്ലിട്ട് അടച്ചു വെക്കുന്ന ഒരു സാധനമുണ്ട്. അതിനകത്ത് നല്ല ഭരണികൾക്കകത്ത് ഇങ്ങനെ ഓരോ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മച്ചി എന്ത് ചെയ്യുന്നറിയാമോ? അമ്മച്ചി ഇത് കൊച്ചുമക്കൾക്കൊന്നും കൊടുക്കാതെ വീട്ടിൽ വരുന്ന പാസ്റ്റർമാർക്ക്, വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടി അമ്മച്ചി അന്നേരം പാത്ത് ചെന്ന് ഇതിനകത്ത് മീൽ സേഫിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് പ്ലേറ്റിൽ വെച്ച് അവർക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇവർ പോയി കഴിഞ്ഞാലോ ഈ മീൽ സേഫ് ഇരിക്കുന്ന സാധനത്തിൽ നിന്ന് ഒരു കാരണവശാലും അതിനകത്ത് സാധനം അമ്മച്ചി എന്ത് ചെയ്യത്തില്ല, വിട്ട് ആർക്കും കൊടുക്കത്തില്ല. അപ്പോൾ കുറച്ചിങ്ങനെ കസ്റ്റഡിയിൽ എപ്പോഴും വെച്ചേക്കും. ആര് ഗസ്റ്റ് വന്നാലും അവർക്ക് ഫുഡ് കഴിക്കാനായി അവർക്കുള്ള പലഹാരങ്ങളൊക്കെ അതിനകത്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അപ്പോൾ കൊച്ചുമക്കളൊക്കെ നോക്കി അലമാരയുടെ പുറത്തേക്ക് എങ്ങനെയും അതൊക്കെ ഒന്ന് പൊളിച്ചകത്ത് കയറ്റി അതിനകത്തുനിന്ന് എടുക്കാനായിട്ടുള്ള പല ശ്രമങ്ങളും ഞങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അതിനകത്തുനിന്ന് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലത് ഈ അമ്മച്ചിമാരെന്ത് ചെയ്യും, കൊടുക്കണ്ട എന്ന് വിചാരിച്ച്, എത്ര ഇഷ്ടമുള്ള കൊച്ചുമക്കളാണേലും അത് മൊത്തം തീർത്ത് കൊടുക്കണ്ട എന്ന് വിചാരിച്ച് അതിനെ ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ അതാണ് പണ്ട് കാലങ്ങളിൽ നടന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ നോക്കിയേ, കർത്താവ് അങ്ങനെയൊന്നും ദൈവമക്കൾക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടില്ല. അവിടെ പറയുന്നത് സകല ആത്മീയ നന്മകളാലും ഹി ഹാസ് നെവർ ഹെൽഡ് നത്തിങ് ബാക്ക്. അവൻ തനിക്കെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടില്ല. ബൈ ഗിവിങ് എവറിത്തിങ് ടു ഹിസ് ചിൽഡ്രൻ. തൻ്റെ മക്കൾക്ക് സകലതും നൽകി തന്നു. സോ വി ഗോട്ട് ഓൾ വി നീഡ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തരാനുള്ളതെല്ലാം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തരാനുള്ള സകല സക്സസും തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് തരാനുള്ള സകല സന്തോഷവും തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് തരാനുള്ള സകലതും എന്ത് ചെയ്തിട്ടുണ്ട്? ഹി ഹാസ് ഓൾറെഡി ഗിവൺ. ഞാൻ ആ വാക്യം ഒന്നുകൂടെ സൂക്ഷിച്ച് വായിച്ചപ്പോൾ അവിടെ വായിക്കുന്ന ടെൻസ്, ആ വാചകത്തിന്റെ ടെൻസ് നോക്കിയപ്പോൾ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ്. സോ ഇറ്റ് ഈസ് റിട്ടൺ ഇൻ എ പാസ്റ്റ് ടെൻസ്. ഒരു ഭൂതകാലത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. നമ്മെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ്. അപ്പോൾ ഹി ഈസ് ഓൾറെഡി ബ്ലെസ്ഡ് us.
ദൈവം വാസ്തവത്തിൽ നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. വി ജസ്റ്റ് നീഡ് ടു ക്ലെയിം ഇറ്റ്. പ്രൈസ് ദി ലോർഡ്. അതൊന്ന് ക്ലെയിം ചെയ്താൽ മതി. ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ. വി നീഡ് ടു റിഡീം ഇറ്റ്. നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ചില വൗച്ചേഴ്സ് ചിലർക്ക് കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം. ചില കാര്യങ്ങൾ യു ഹാവ് ഗിവൺ എ വൗച്ചർ ഫോർ ഇറ്റ്. ഇങ്ങനെ ഒരു പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കൂപ്പൺ തന്നിരിക്കുന്നു. അടുത്ത എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ യു ക്യാൻ ക്ലെയിം. സോ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് റിഡീം ഇറ്റ്. അതെന്ത് ചെയ്യുക, നിങ്ങൾ റിഡീം ചെയ്തെടുക്കണം. ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ടു യു. ചില പർച്ചേസ് ഒക്കെ ചെയ്തപ്പോൾ കഴിയുമ്പോൾ യെസ്, കൂപ്പൺ ഈസ് ഗിവൺ ടു യു. നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. നിങ്ങൾ അടുത്തൊരു പർച്ചേസിൽ യു ക്യാൻ റിഡീം ദാറ്റ് കൂപ്പൺ. അടുത്തൊരു സെയിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ കൂപ്പൺ നിങ്ങൾക്ക് വിനിയോഗിക്കാം. സി, ഓൾറെഡി ഇറ്റ് ഈസ് ഗിവൺ. നിങ്ങളുടെ കയ്യിൽ അതുണ്ട്. യു ജസ്റ്റ് നീഡ് ടു റിഡീം ഇറ്റ്. അപ്പോൾ ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ അനുഗ്രഹങ്ങളാൽ ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ. ദാറ്റ് ബ്ലെസ്സിങ് ഈസ് ഓൾറെഡി ദെയർ. അത് നമ്മുടെ കയ്യിൽ, നമ്മുടെ മുന്നിലുണ്ട്. ദ സക്സസ് ഈസ് ബിഫോർ യു, സക്സസ് ഈസ് ആഫ്റ്റർ യു, ദ ഹാപ്പിനെസ് ഈസ് ആഫ്റ്റർ യു. ജീവിതത്തിൽ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ യുവർ ഫ്രണ്ട്. നിങ്ങളുടെ മുന്നിൽ അത് തന്നിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ആത്മീയ കണ്ണുകൾ കുരുടായിരിക്കുന്നുണ്ട്. വി ആർ നോട്ട് ഏബിൾ ടു സീ ദാറ്റ് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. അപ്പൊ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. മുന്നോട്ടുള്ള നമ്മുടെ ഫ്യൂച്ചറിനുള്ളതും ഇറ്റ് ഈസ് ഗിവൺ ടു ഇൻ യുവർ ഹാൻഡ്. നമ്മുടെ കയ്യിൽ ഭാവിക്കുള്ളതും ഇന്നുള്ളതും ഇനി വരാനുള്ളതിനും എല്ലാം ദൈവം നമ്മുടെ കയ്യിൽ അത് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അത് വിശ്വാസത്തോടെ പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദ ക്വാണ്ടിറ്റി ഓഫ് ദിസ് ബ്ലെസ്സിങ്, ഇറ്റ് ഈസ് nothing something less, nothing something more, it is all. അത് മുഴുവനായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. ഈ പകൽക്കാലം എത്ര പേർക്ക് ദൈവത്തിൽ സന്തോഷമുണ്ട്? കർത്താവേ, നീ എന്നെ യു ആർ ബ്ലെസ്ഡ് വിത്ത് ഓൾ ദി സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഓഫ് ദി ഹെവൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഐ ഹാവ് ബീൻ പ്രിവിലേജ്ഡ് ടു ഹാവ് the all blessings. ദൈവത്തിന്റെ കയ്യിലുള്ള സകല അനുഗ്രഹങ്ങളാലും എന്നെ അനുഗ്രഹിച്ചിരിക്കാൻ ഞാൻ നന്ദി പറയുന്നു. സോ ദ ഫസ്റ്റ് തിങ്, ക്വാണ്ടിറ്റി ഈസ് ഓൾ. എല്ലാം ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ക്വാണ്ടിറ്റി അതാണെങ്കിൽ ദി ക്വാളിറ്റി. അടുത്തതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ദ ക്വാളിറ്റി ഓഫ് ദാറ്റ് ഹെവൻലി സ്പിരിച്വൽ ബ്ലെസ്സിങ്. അതിനുവേണ്ടി നമുക്ക് ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. യെസ്, ദാറ്റ് ഈസ് ഫൈൻ. അവിടെ കാണുന്ന ഒരു കാര്യം, ജസ്റ്റ് ആസ് ഹി ചോസ് us in him before the foundation of the world. Praise the Lord. അപ്പോൾ ഈ സ്വർഗീയ അനുഗ്രഹത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇറ്റ് സ്പീക്സ് അബൌട്ട് ദി ഫോർത്ത് നോളജ്. ഈ ലോകത്തിന്റെ സ്ഥാപനം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ എനിക്കും നിനക്കും വേണ്ടിയുള്ള അനുഗ്രഹം ദൈവം പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ജനിച്ചിട്ടാണ് നമുക്കുള്ള വീടും നമുക്കുള്ള വസ്ത്രവും നമുക്കുള്ള കാര്യങ്ങളും പഠിത്തത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മാതാപിതാക്കളൊക്കെ കരുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അതൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പെങ്കിലും മേ ബി സംതിങ് ചിലതൊക്കെ കരുതി കൂട്ടിയിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ നോക്കിക്കേ, ലോകത്തിന്റെ സ്ഥാപനം, ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദി വേൾഡ്, ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ ഹി ഹാസ് ചൂസൺ മീ. അവൻ എന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? തിരഞ്ഞെടുത്തിരിക്കുന്നു. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ത് ചെയ്യുന്നു? നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഹി ഹാസ് ചൂസൺ മീ. എപ്പോഴാ? ലോകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ ചൂസ് ചെയ്തു. എന്നെ അനുഗ്രഹിക്കാനായി എന്നെ ദൈവം വിളിച്ചു. എന്നെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം എന്നെ കണ്ടു എന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദാറ്റ് ഈസ് ദി ക്വാളിറ്റി. പ്രൈസ് ദി ലോർഡ്. അതാണ് അതിൻ്റെ വലിയ മേന്മ എന്ന് പറയുന്നത്. ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അമ്മ തൻ്റെ ഉദരത്തിൽ എന്നെ ഉരുവാക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഹി വാസ് വെരി കൺസേൺഡ്.
God. He was very considering my blessing. എൻ്റെ അനുഗ്രഹത്തെ കുറിച്ച് ദൈവത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. even before the foundation of this world, ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ he was electing me to bless. ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിക്കാനായി, സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹത്താൽ എന്നെ നിന്നെയും അനുഗ്രഹിക്കാനായി God has chosen us. Praise the Lord. അതാണ് അതിൻ്റെ മേന്മ എന്ന് പറയുന്നത്. ലോകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഓരോരുത്തരെയും കണ്ടു. വി വെർ വെരി സിഗ്നിഫിക്കൻ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു. അതുകൊണ്ടല്ലേ ലോകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന നിമിഷത്തിന് മുൻപ് തന്നെ ഹി ഹാഡ് പ്ലാൻ ഫോർ യു. നമുക്ക് വേണ്ടി ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്തു. സോ പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ എത്ര ഫോക്നോളജിയിൽ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ഫെയിലിയേഴ്സ് ഉണ്ടാകും. എന്നാൽ കർത്താവ് നമ്മെ ഹല്ലേലൂയ മുൻകൂട്ടി കണ്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, അടുത്തത് അവിടെ കാണുന്നത്, മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം. സോ he found a favor. He speaks of a favor. ദൈവത്തിന് നമ്മളോട് ഒരു താല്പര്യം തോന്നിയെന്ന്. അതിന്റെ അർത്ഥം വി ആർ അക്സെപ്റ്റഡ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ആരാ? ദൈവത്തിന് എന്നോട് താല്പര്യം തോന്നി. അതല്ലേ പറയുന്നത്, അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മെ തൻ്റെ ഇഷ്ടപ്രകാരം, ഹി ഫൗണ്ട് ഫേവർ ഫോർ മീ. ആരാന്ന് ഓർക്കണം, ഇവിടത്തെ നമ്മുടെ അടുത്ത പഞ്ചായത്ത് മെമ്പർ അല്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഈ വാർഡിലെ മെമ്പർ അല്ല, പ്രസിഡന്റ് അല്ല, മന്ത്രിയല്ല, മുഖ്യമന്ത്രി അല്ല, പ്രസിഡന്റ് അല്ല, US പ്രസിഡന്റ് അല്ല, ആരുമല്ല. സാക്ഷാൽ ഈ ലോകത്തെ സൃഷ്ടിച്ച, ഈ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദ ക്രിയേറ്റർ ഗോഡ്. പ്രൈസ് ദി ലോർഡ്. സകലത്തെയും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ, ഔട്ട് ഓഫ് നത്തിങ് ബി ക്രിയേറ്റഡ് എന്ന് പറയുമ്പോൾ, സകലത്തും ഉളവാക്കിയതായ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? ഹി അക്സെപ്റ്റഡ് മീ, ഓർ ഹി ഫൗണ്ട് his favor for me. Praise the Lord. I found the favor of God. I was been accepted. ദൈവത്തിന് എന്നോട് ഇഷ്ടം തോന്നി. അതല്ലേ തിരുഹിതത്തിന്റെ പ്രസാദം. എടാ, ഞാനും ദൈവവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ എന്താണ് ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളത്? പ്രൈസ് ദി ലോർഡ്. എന്താണ് എൻ്റെ മേന്മ ദൈവത്തിന് എന്നോട് ഫേവർ തോന്നാനായിട്ട്? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നമുക്കറിയാം, പലർക്കും പലരോട് ഫേവർ തോന്നണമെങ്കിൽ there should be some kind of benefits, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഓരോ രാജ്യത്തിനോട് ഫേവർ തോന്നണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകണം. അല്ലെങ്കിൽ ചില വലിയ ചില രാജ്യങ്ങളിലൊക്കെ ചില വലിയ ബിസിനസ് ഷോർട്ട്സ് ആൾക്കാരോട്, വലിയ വ്യവസായം ചെയ്യുന്നവരോട് അവരുടെ ഗവൺമെന്റിന് വലിയ താല്പര്യമുണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇച്ചിരി പൈസ കിട്ടണം. അവരുകൊണ്ട് അവരെയൊക്കെ കൂടെ നിർത്തും. കാരണം വലിയ ബിസിനസ്സും വലിയ സാമ്പത്തിക പണമൊക്കെ ഉള്ളവരെ പല രാജ്യത്തിലെയും പല പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ അവരെ കൂടെ നിർത്തും. കാരണം പണം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പണം കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനമുള്ളവരെയൊക്കെ കൂടെ നിർത്താനായിട്ട് പറ്റും. ബിക്കോസ് ദെയർ വുഡ് ബി സം ബെനിഫിറ്റ്. എന്നാൽ ദൈവത്തിന് എന്നോടും നിന്നോടും ഒരു ഫേവറിസം തോന്നണമെങ്കിൽ എന്താണ് നമ്മുടെ ക്വാളിറ്റി? നമ്മുടെ ഗുണം എന്താണ്? നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? നമുക്ക് യാതൊരു ശ്രേഷ്ഠതയും പറയാനായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എന്നോട് കരുണ തോന്നാനായിട്ട് ഞാൻ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല. ദൈവത്തിന് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ചെയ്തിട്ടില്ല. ആരെങ്കിലും എനിക്ക് വേണ്ടി ദൈവത്തോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ? അതുമില്ല. ഇതൊന്നും സംഭവിക്കാതിരിക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ്, അവന് എന്നോട് ഇഷ്ടം തോന്നി എന്ന് പറയണമെങ്കിൽ, തിരുഹിതത്തിന്റെ പ്രസാദം എൻ്റെ മേൽ ഉണ്ടായെന്ന് കേൾക്കണമെങ്കിൽ, അത് എന്നിൽ സംഭവിച്ചുവെന്ന് കാണുന്നുവെങ്കിൽ, ദാറ്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് our calling, and that is the quality of that spiritual blessing.
കാരണം ഈ സ്വർഗത്തിലെ സകല അനുഗ്രഹവും എനിക്ക് തരാനായിട്ട് എനിക്കൊന്നും ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടല്ല സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് മേടിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ കുടുംബശ്രേഷ്ഠത കാണിച്ചിട്ടല്ല, ഇന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ് അല്ലെങ്കിൽ ഇന്നാളുടെ മക്കളാണെന്ന് പറഞ്ഞിട്ടല്ല എനിക്ക് ഈ സ്പിരിച്വൽ ബ്ലെസ്സിങ് തന്നിരിക്കുന്നത്. പ്രൈസ് ഓൾ. എൻ്റെ ഒരു മേന്മയും നോക്കിയിട്ടല്ല കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നത് സ്വർഗത്തിലെ അനുഗ്രഹത്താൽ. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് he had shown his favor. തന്റെ അൺഎൻഡിങ് ഫേവർ എന്നോട് കാണിച്ചു. വിത്തൗട്ട് എനി ക്ലോസ്, ഒരു ഉപാധിയുമില്ലാതെ അവന്റെ പ്രസാദം എൻ്റെ മേലുണ്ടായി. ഇത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് നിങ്ങൾ ഇരിക്കുന്ന കസാറയെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ചാടി ഒരു ഹല്ലേലൂയ പറയാനായിട്ട് തോന്നുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് എൻ്റെ ഒരു ക്വാളിറ്റി നോക്കാതെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ പല കമ്പനികളിൽ ജോലി ചെയ്യുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ ആ വ്യക്തിയുടെ കരിക്കുലം വിട്ട തൻ്റെ CV-ക്കകത്തൂടെ എല്ലാം പരിധി നോക്കിയിട്ട് പ്രൈസ് ദി ലോർഡ് തൻ്റെ പെർഫോമൻസ്, തൻ്റെ സർട്ടിഫിക്കറ്റ്, തൻ്റെ ക്വാളിറ്റി, തൻ്റെ തന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കമ്പനിയിൽ ഒരാളെ ജോലിക്ക് എടുക്കുന്നത്. ബിക്കോസ് അവർക്കറിയണം there should be some kind of things that would help for this company. ഞങ്ങളുടെ കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു ക്വാളിറ്റി ഇവരിൽ ഉണ്ടാകണം. എന്നാൽ പ്രൈസ് എന്നെയും നിന്നെയും സ്വർഗത്തിലെ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കാനായി, സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കാനായിട്ട് ദൈവം നമ്മുടെ CV നോക്കിയില്ല, ദൈവം നമ്മുടെ റെസ്യൂമെ നോക്കിയില്ല, ദൈവം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയില്ല, ദൈവം നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കിയില്ല, ദൈവം നമ്മുടെ യാതൊന്നും നോക്കിയിട്ടില്ല. He had just shown his favor. അത് ഈ ലോകത്തിലെ ഒരു മനുഷ്യനല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവമാണ് നമ്മളോട് കരുണ കാണിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ഹല്ലേലൂയ ദൈവമാണ് എന്നോട് കരുണ കാണിച്ചിരിക്കുന്നത്. He shown favor to me. Praise the Lord. Hallelujah. നമുക്ക് എത്രമാർക്കും സന്തോഷിക്കാനായിട്ട് കഴിയും. ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ഓരോരോ രാജ്യത്തിലിരിക്കുന്ന ഓരോരോ ഭരണാധികാരികൾ, ഭരണകർത്താക്കന്മാർ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഇങ്ങനെ ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏതെങ്കിലും വിഷയത്തിന് സമീപിക്കുമ്പോൾ ഉന്നത തലത്തിലുള്ള പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒരാള് ഇന്നയാൾക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും അതിന് പിന്നിൽ എന്ത് ചെയ്യത്തില്ല, ഒരു ഒബ്ജക്ഷനുമായിട്ട് വരാൻ സാധ്യതയില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ തന്നെ ഈ രാജ്യത്ത് നമ്മളായിരിക്കും, നമുക്ക് പലർക്കും വിസയുടെ പ്രശ്നമുണ്ട്. ഈ രാജ്യത്തിലെ ഭരണാധികാരി, ഏറ്റവും പരമോന്നതനായ ഭരണാധികാരി പറയാ, അടുത്ത ദിവസം പറയാം, ഇന്ന പാസ്പോർട്ടിന്റെ വിസ അങ്ങ് ശരിയാക്കി കൊടുത്തു, ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഐ ഫൗണ്ട് എ ഫേവർ ഇൻ ഹിസ് സൈറ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് ഒരു താല്പര്യം തോന്നി. അതിന്റെ പിന്നെ ഒരു ഏടിയും ഇല്ല, ഒരു സാധനവും നോക്കാനില്ല. അവര് ഓൾറെഡി എനിക്ക് വേണ്ടി വിതിൻ മിനിറ്റ്സിനുള്ളിൽ സംഭവം ശരിയാക്കും. കാരണം എന്താണ്? ഐ ഫൗണ്ട് എ ഫേവർ, പ്രൈസ് ദി ലോർഡ്, ഇൻ ദി സൈറ്റ് ഓഫ് ദി റൂളർ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാര്, ഭരണാധികാരികൾ, രാജാക്കന്മാര്, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള ആളുകളെ കാട്ടിൽ എത്രയോ ശ്രേഷ്ഠനാണ് സ്വർഗത്തിൽ സകലത്തിനെയും നിർമ്മിച്ച ദൈവത്തിന് എന്നോട് ഒരു സ്പെഷ്യൽ ഫേവർ തോന്നി എന്ന് പറയുമ്പോൾ ഹൗ പ്രിവിലേജ്ഡ് വി ആർ. ദാറ്റ് ഈസ് ദി വെരി ക്വാളിറ്റി ഓഫ് അവർ ബ്ലെസ്സിങ്. ഇറ്റ് ഈസ് നത്തിങ് കമ്മിങ് ഫ്രം എനി ലോവർ, ഏതെങ്കിലും ഒരു സാധാരണ തലത്തിൽ നിന്ന് വന്നതല്ല. സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് എന്നോട് കരുണ തോന്നി, എന്നോട് ഫേവർ തോന്നി, എന്നോട് തൻ്റെ തിരുഹിത പ്രസാദം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. സോ ദ ഫസ്റ്റ് ക്വാളിറ്റി, ഇറ്റ് വാസ് ബിക്കോസ് he had founded me before the inception of this world. ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ കുറിച്ച് അറിഞ്ഞു. So that is the quality. Secondly, അവൻ നമ്മെ, praise the Lord, hallelujah, എന്നോട് എന്ത് ചെയ്തു? തിരുഹിതത്തിന്റെ പ്രസാദമുണ്ടായി. അടുത്തത് 6-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനാവിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിന്റെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അപ്പോൾ 3-ാമത്തെ വിഷയം, he speaks of a family. അവൻ നമ്മെ ദത്തെടുക്കുക എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ആ പദം അറിയാവുന്ന, അഡോപ്റ്റഡ്. He adopted me into his family.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളാകാനുള്ള ഒരു പദവിയിലേക്ക് നമ്മെ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. മക്കളെങ്കിൽ അവകാശികളാണെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. മക്കൾക്കും അയൽപക്കക്കാർക്കും വഴിയെ പോകുന്നവനും എല്ലാം വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ദൈവം കുറച്ച് ഒരേക്കർ വസ്തു തന്നിട്ടുണ്ടെങ്കിൽ, ഒരു 50 സെന്റ് സ്ഥലം തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴിയെ പോയ ഒരാൾ അവിടെ നിങ്ങൾ വന്ന്, നിനക്ക് ഞാനൊരു കാര്യം ചെയ്യാൻ പോയി, എൻ്റെ ഒരു 50 സെന്റ് സ്ഥലം അല്ലെങ്കിൽ ഒരേക്കർ സ്ഥലമുണ്ട്, നിനക്ക് തന്നേക്കാം, വെറുതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമോ? ഇല്ല, നമ്മൾ ഒരിക്കലും കൊടുക്കത്തില്ല. അത് വഴിയെ പോകുന്നതിന് കൊടുക്കാനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും കൊടുക്കാനുള്ളതല്ല. അത് നമ്മുടെ അവകാശി എന്ന് പറയുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ സമ്പാദ്യവും സമ്പത്തും ഒക്കെ നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. അത് വഴിയെ പോകുന്നവന് കൊടുക്കത്തില്ല. അത് നമ്മുടെ അവകാശിയായിരിക്കും നമ്മുടെ മക്കൾക്കാണ് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ കർത്താവ് തന്നെ തൻ്റെ മക്കളായി എന്ത് ചെയ്തു? ദത്തെടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പുരാതന കാലത്തൊക്കെ ഈ ദത്തെടുപ്പ് പ്രക്രിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പലപ്പോഴും പലരും എന്ത് ചെയ്യും? ഈ അടിമകളെ ദത്തെടുക്കാറുണ്ട്, ചിലരെ ദത്തെടുക്കാറുണ്ട്. അതിനൊരു വലിയ സമ്പ്രദായമുണ്ട്. ഈ ദത്തെടുത്താലുള്ള വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, പിന്നീട് ഒരിക്കലും ആ വ്യക്തിയെ അടിമയായിട്ട് കാണാൻ പാടില്ല. പിന്നീട് ഒരിക്കലും ആ വ്യക്തിയെ അന്യനായിട്ട് കാണാൻ പാടില്ല. പിന്നീട് ഒരിക്കലും അതിനെ സ്വന്തം നില. നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. അഡോപ്ഷൻ, ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മക്കൾക്ക് കൊടുക്കേണ്ട എല്ലാ പ്രിവിലേജസും എന്ത് ചെയ്യണം? ഈ വ്യക്തിക്ക് കൊടുത്തിരിക്കണം. എല്ലാ നിലയിലും സ്വന്തം മക്കൾക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രിവിലേജും അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അതാണ് നിയമം, ലോകത്തിന്റെ നിയമം. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമ്മളോട് പറയുന്നത്, ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്, അവൻ നമ്മെ ദത്തെടുത്തിരിക്കുന്നു. ഹി മെയ്ഡ് ourselves into his family. അവനെ, നമ്മെ അവന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു സാവകാശം ദൈവം നമുക്ക് നൽകിയത്. അവനെ നോക്കി, ദൈവത്തെ നോക്കി പിതാവേ എന്ന് വിളിക്കാനായി സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവിന്റെ അടുത്തേക്ക് പോലും വരാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ, സ്വന്തം അപ്പന്റെ അടുക്കൽ ചെല്ലുന്നത് പോലെ, സ്വന്തം പിതാവിന്റെ അടുക്കൽ ചെല്ലുന്നത് പോലെ ദൈവം നമുക്ക് അവകാശം തന്നെങ്കിൽ, that is because he has adopted us as his son. അവൻ നമ്മളെ തന്റെ മകനായി, മകളായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടാണ്. Praise the Lord. So we got the privilege to be his sons and daughters. Praise the Lord. അപ്പോൾ സ്വർഗത്തിലെ അനുഗ്രഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്, പ്രൈസ്, നമ്മെ അവൻ മക്കളാക്കി കഴിഞ്ഞാൽ പിന്നെ പിതാവും നാമും തമ്മിലുള്ള ബന്ധം, ആ പിതാവും നാമും ദൈവവുമായുള്ള ബന്ധം, പിതാവും ഞാനും എന്നുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. പ്രൈസ് the Lord. പ്രൈസ് the Lord. ഹല്ലേലൂയ. ഞങ്ങൾ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അടുത്ത അയൽവക്കക്കാരോടോ അടുത്ത നെയ്ബേഴ്സിനോടോ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവരോട് പറഞ്ഞല്ല കാര്യം സാധിക്കുന്നത്. ദേ നോ ഇഫ് ദേ അപ്രോച്ച് ടു ഹിസ് ഓർ ഹർ ഫാദർ, അവരുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ അടുക്കലേക്ക് വന്നിട്ടാണ് അവരുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, സ്വന്തം മക്കൾക്ക് അവരുടെ പിതാവിന്റെ അടുക്കിലേക്ക് വരാനുള്ള സാവകാശമുണ്ട്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു ഉദാഹരണമാണെന്ന് തോന്നുന്നു. ഒരിക്കൽ ഒരു മനുഷ്യൻ ബർമിംഗ്ഹാം കൊട്ടാരത്തിന്റെ വാതിക്കൽ നിന്ന് ആ കൊട്ടാരത്തിൽ രാജാവിനെ കാണാനായിട്ട് താൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു കൊച്ചു പയ്യനാണ്, കൊച്ചു ബാലനാണ്. അദ്ദേഹം ബർമിംഗ്ഹാം കൊട്ടാരത്തിൽ രാജാവിനെ കാണാനായിട്ട് വെളിയിൽ കാത്തു നിൽക്കുകയാണ്. താൻ പല പ്രാവശ്യം ആ കൊട്ടാരത്തിന്റെ വാതിൽ വലിയ ഇരുമ്പ് ഗേറ്റിന്റെ അടുക്കിലേക്ക് വന്നപ്പോഴും ആ ഇരുമ്പ് ഗേറ്റിന്റെ അടുക്കൽ നിൽക്കുന്ന പ്രൈസ് ദി ലോർഡ് പടയാളികൾ തന്റെ കയ്യിലുള്ള കുന്തം വെച്ച് തടഞ്ഞ് ആരും അവനെ അകത്തേക്ക് കയറ്റിയില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ കൊടുത്തു, നിനക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. വളരെ വിഷമിച്ച് കുറെ നേരം ഇങ്ങനെ പ്രയാസത്തോടെ ഇരുന്ന സമയത്ത് ഒരു മുതിർന്ന ഒരാൾ വന്നിട്ട് തന്റെ കൈ പിടിച്ചിട്ട് താൻ മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ ഈ വ്യക്തിയെ കണ്ടപ്പോൾ പടയാളികളെല്ലാം പെട്ടെന്ന് മാറി വാതിൽ തുറക്കുന്നു, അകത്തോട്ട് കയറുന്നു. അങ്ങനെ അകത്തോട്ട് കയറി അകത്തെ വാതിൽ കയറിയപ്പോൾ ആ കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് എത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെയും പടയാളികൾ ഉടനെ തന്നെ വാതിലുകൾ തുറന്ന് അകത്തേക്ക് കടക്കുന്നു. അങ്ങനെ പല വാതിലുകൾ കടന്ന് അവസാനം രാജാവ് ഇരിക്കുന്ന രാജസന്നിധിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ആ രാജസന്നിധിയുടെ സൈഡിൽ നിൽക്കുന്ന പടയാളികളെല്ലാം എഴുന്നേറ്റ് നിന്ന് അഭിവാദനം അർപ്പിക്കുന്നു. അങ്ങനെ അവസാനം രാജാവിന്റെ അടുക്കൽ ഈ ബാലനെ ചെന്ന്
രാജാവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു കൊടുത്തു. എന്നിട്ട് ഈ ബാലൻ തിരിഞ്ഞ് ഇവനെ നോക്കി, ആരാണ് ഈ ബാലനെ അല്ലെങ്കിൽ ഈ വ്യക്തി എന്നെ ഈ രാജാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്? അത് പിന്നീട് തനിക്ക് മനസ്സിലായി, ഈ രാജാവിൻ്റെ സ്വന്തം മകനാണ് തന്നെ കൈപിടിച്ച് രാജാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ മകന് എപ്പോഴും രാജാവിൻ്റെ അടുക്കൽ ചെല്ലാൻ അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര 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 നിയമങ്ങളുണ്ടെങ്കിലും സ്വന്തം മകന് രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനായിട്ട് അവകാശമുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ ദത്തെടുത്തിരിക്കുന്നത് കൊണ്ട് ഏത് നിമിഷവും ദൈവത്തിന്റെ സന്നിധിയിൽ ഉപാധി കൂടാതെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ തടസ്സം കൂടാതെ, we have the very privilege to approach our Father. അപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളുടെ ഒരു ക്വാളിറ്റി, he has adopted us as into his family. സോ അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേൽ തിരുഹിതത്തിന്റെ പ്രസാദമുണ്ടായി. he shown favor on us. And thirdly, he has adopted us into his family. അവൻ നമ്മെ തൻ്റെ കുടുംബത്തിലേക്ക് എന്ത് ചെയ്തു? നമ്മെ സ്വീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, ഫിഫ്ത്ലി അവിടെ വായിക്കുന്നത് 6-ാമത്തെ വാക്യം അല്ലെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഇനി അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടെടുപ്പുണ്ട്. ഹി ബ്രോട്ട് റിഡംഷൻ. വീണ്ടെടുപ്പുണ്ട്. ഈ ബൈബിൾ ലാംഗ്വേജിൽ പ്രൈസ് ദി ലോർഡ്, പ്രത്യേകിച്ച് ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നിയമ ഭാഷയിലേക്ക് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ അടിമ വ്യവസ്ഥകൾ, അടിമ കച്ചവടം, അടിമ വ്യവസ്ഥകൾ, അടിമകളുടെ പോളിസിയിലാണ് ഈ വീണ്ടെടുപ്പ് എന്നുള്ള പദത്തിന് വലിയ പ്രാധാന്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതായത് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് റിസ്റ്റോറിങ്, റിഡീമിങ് വൺസ് ഫ്രം എ സിറ്റുവേഷൻ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ പഴയ നിയമകാലത്തൊക്കെ അടിമകളായ ആളുകളെ ചിലർ എന്ത് ചെയ്യും? മോചിപ്പിക്കും, അവരെ വീണ്ടെടുക്കും. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവന് വേണ്ടി പൈസ കൊടുത്ത്, പണം കൊടുത്തിട്ട് അവനെ എടുക്കും. എന്നിട്ട് അവനെ എടുത്തിട്ട് he will declare that this person is redeemed or this person is giving the right to be free. അപ്പോൾ പൈസ, പണം കൊടുത്ത് ഒരാളെ സ്വന്തമായി വിലയ്ക്ക് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം അതിനെ ഫ്രീ ആയിട്ട് വിടും. അപ്പോൾ ഈ റിഡീം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വ്യവസ്ഥയുണ്ട്. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ അടിമയാക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുത്തു കഴിഞ്ഞാൽ ആർക്കും പിന്നെ അദ്ദേഹത്തിന് മേൽ അവകാശം പറയാനായിട്ട് പറ്റില്ല. രൂത്തിനെയും നവോമിയെയും ബോവസ് വീണ്ടെടുത്തു. ഇനിയും നവോമിക്കും രൂത്തിനും വേണ്ടി ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ബോവസ് എന്ത് ചെയ്തു? തൻ്റെ ചാർച്ചക്കാരനായ രൂത്തിൻ്റെയും നവോമിയുടെയും ചാർച്ചക്കാരനായ ബോവസ് തന്നെ വീണ്ടെടുത്തു. അപ്പോൾ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് റിലീസിങ്, എ കൈൻഡ് ഓഫ് എ ഫ്രീഡം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അടിമകളെ റിഡീം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ പൂർണ്ണമായി റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പാപത്തിന്റെ അഗാധത്തിൽ പിടിക്കപ്പെട്ടിരുന്ന നമ്മൾ, പ്രൈസ് ദി ലോർഡ്, പാപത്തിൽ ഹല്ലേലൂയ നാം വീണ് കിടന്നിരുന്ന നമ്മെ യേശു കർത്താവ് തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ he has released us. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും നരകത്തിൽ പോകേണ്ടവരായിരുന്നു പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ബൈ ഗ്രേസ്, ഹല്ലേലൂയ, കൃപയാൽ നമ്മളെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പകൽക്കാലം ഈ ഓൺലൈൻ മീറ്റിൽ കേൾക്കുമ്പോൾ എത്ര പേരുടെ രോമം എഴുന്നേൽക്കുന്നുണ്ട്. കർത്താവേ, എന്നെ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിച്ച് എന്നെ സ്വർഗത്തിന്റെ അവകാശിയാക്കി എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം എന്നെ റിഡീം ചെയ്തല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നെ വീണ്ടെടുത്തല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉറപ്പായിട്ടും നരകത്തിൽ പോകേണ്ടവനായിരുന്നു, ഉറപ്പായിട്ടും ഞാൻ നരകത്തിൽ വീഴേണ്ടവനായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ദൈവം എന്നെ വീണ്ടെടുത്തു. ദൈവത്തിന് എന്തെങ്കിലും കൈമടക്ക് കൊടുത്തിട്ടാണോ പ്രിയപ്പെട്ടവരെ? അല്ല. ദൈവത്തിന് എന്തെങ്കിലും കാര്യം ദൈവത്തിന് വേണ്ടി സാധിപ്പിച്ചു കൊടുത്തിട്ടാണോ? അല്ല. നമ്മളൊന്നും ദൈവത്തിന് വേണ്ടി ചെയ്തില്ല. ദൈവത്തിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയില്ല. ദൈവത്തിന് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാൻ ആരെയും കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചിട്ടില്ല. കേവലം കർത്താവിനെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ he is giving us the freedom. അവൻ നമുക്ക് വീണ്ടെടുപ്പ് നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഇത് കേട്ടപ്പോൾ ഒരു സ്തോത്രമെങ്കിലും പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നരകത്തിൽ പോകാൻ ഇറ്റ് വാസ് ഡെസ്റ്റൈൻഡ്. അത് ഉറപ്പിച്ചിരുന്നവരാ.
എന്നാൽ ദൈവം നമ്മളെ ഇന്നീ പകൽക്കാലം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായി ഹി ഹാസ് ജസ്റ്റ് ഗിവൺ us the freedom. അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക്, നാശത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മെ ദൈവം വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ഇതിൽ പരം എന്ത് അനുഗ്രഹമാണ് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. വെരി ക്വാളിറ്റി ഓഫ് ദി ഹെവൻലി ബ്ലെസ്സിംഗ് ഈസ് ഹി റിഡീംഡ് us. അവൻ നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല അവിടെ പറയുന്നത് അവൻ നമ്മളോട് അങ്ങ് അതിക്രമങ്ങളുടെ മോചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് പ്രൈസ് ദി ലോർഡ് നമ്മൾ ആരും സ്വർഗത്തിൽ പോവാൻ ക്വാളിഫൈഡ് അല്ല. എന്നാൽ ഹി ഫോർഗീവ്ഡ് us. നമ്മളോട് ക്ഷമിച്ചു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ പലപ്പോഴും പലർക്കും പലരോടും നിസാര വിഷയത്തിന് പോലും ക്ഷമിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, പലപ്പോഴും പലതിനും പലർക്കും ക്ഷമിക്കാനുള്ള മനസ്സ് ഇല്ലാതിരിക്കുമ്പോൾ, നമ്മുടെ ദൈവം പ്രൈസ് ദി ലോർഡ് വളരെ ക്രൂരമായ പാപത്തിൽ അകപ്പെട്ടിരുന്ന എന്നെയും അവൻ അങ്ങ് ക്ഷമിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹി ജസ്റ്റ് ഫോർഗീവ്ഡ് us. അതാണ് സങ്കീർത്തനം 32 പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം അങ്ങ് തൻ്റെ റെസിസ്റ്ററി അല്ലെങ്കിൽ തൻ്റെ രജിസ്ട്രി ഫയലിൽ നിന്ന് നമ്മുടെ പാവം അങ്ങ് ഡിലീറ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ ഡേറ്റയിൽ നിന്ന് ഇന്നയാൾ പാപിയായിരുന്നു എന്നുള്ള കാര്യം അങ്ങ് ഡിലീറ്റ് ചെയ്തു. ആ ഫയൽ അങ്ങ് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു. God has been forgotten. God has been forgiven our sin. നമ്മൾ ചെയ്ത പാപത്തിന് പരിണിത ഫലമായി കർത്താവ് ക്രൂശിൽ തന്നെ യാഗമർപ്പിച്ചതോടുകൂടി ദൈവം നമ്മുടെ പാപത്തിന് മോചനം നൽകി തന്നു. He has forgiven us. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽക്കാലം ദൈവം നമ്മുടെ പാപം മോചിച്ചു എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ കുറ്റങ്ങൾ അവൻ മായ്ച്ചു എന്ന് പറയുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി നമുക്ക് പാപത്തിന്റെ അതിക്രമങ്ങളുടെയൊക്കെ മോചനം നൽകി തന്നു എന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം പാപത്തിന്റെ അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പാപം ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് പാവമാണ്. ദൈവത്തിൽ നിന്ന് അകലുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, അത് പാവമാണ്. നിങ്ങൾ ഒരുപക്ഷെ ഒരു കൊലപാതകമോ മോഷണമോ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും. ഞാനൊരു വലിയ പാപിയൊന്നും അല്ലായിരുന്നു എന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നണം. എന്നാലല്ല, ഒരു വാക്കിലെങ്കിലും മനസ്സാ വാച കർമ്മണ, പ്രൈസ് ദി ലോർഡ്, ഇൻ അവർ മൈൻഡ്, ഇൻ അവർ തോട്ട്സ് ആൻഡ് ഇൻ അവർ വേർഡ്സ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ദിസ് ഈസ് ഈക്വൽ ടു എ മർഡർ. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം വലിയ പാപത്തിന് തതുല്യമാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ സിൻ വി ജസ്റ്റ് ക്ലാസിഫൈ ആസ് സംതിങ് ആസ് ബിഗ് സിൻ ആൻഡ് സ്മോൾ സിൻ. അങ്ങനൊരു സാധനമില്ല. നമ്മളെല്ലാവരും പാപികളായിരുന്നു. എന്നാൽ God has forgiven us. അവൻ നമ്മളോട് കരുണ കാണിച്ച് അവൻ നമ്മളോട് ക്ഷമിച്ചു. So that is the quality of that spiritual heavenly blessing. അതാണ് ഈ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രൈസ് ദി ലോർഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. So the quality of that heavenly blessing, it is he speaks about something ഫോർക്ക് നോളജ്, അല്ലെങ്കിൽ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഹി സ്പീക്സ് അബൌട്ട് ഹിസ് ഓൺ ഫേവർ. അവൻ നമ്മളെ ഹല്ലേലൂയ അവന്റെ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം തിരഞ്ഞെടുത്തു. ഹി സ്പീക്സ് അബൌട്ട് എ ഫാമിലി. അവൻ നമ്മെ തന്റെ കുടുംബത്തിലേക്ക് നമ്മെ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹി സ്പീക്സ് അബൌട്ട് എ ഫ്രീഡം. ഏതിൽ നിന്ന്? പാപത്തിൽ നിന്ന് നമുക്ക് മോചനം, നമുക്ക് ഫ്രീഡം നൽകി. ഹി സ്പീക്സ് അബൌട്ട് എ ഫോർഗീവ്നെസ്. പ്രൈസ്, അതിക്രമങ്ങളുടെ മോചനം ദൈവം നമുക്ക് നൽകി തന്നു. And there is one more thing. He has been made a good future for us. ഈ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്തിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇവിടം കൊണ്ട് തീരത്തില്ല. ഇത് ഇനിയും മുന്നോട്ട് ഉണ്ട്. അതാണ് അതിൻ്റെ 12ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, മുൻകൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങളെ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ he has been, praise the Lord, destined. അവൻ നമ്മെ ഒരു സ്വർഗത്തിന്റെ അവകാശിയാക്കി മാറ്റിവെച്ചു. അടുത്ത വായിക്കുന്നത് 11ാമത്തെ വാക്യത്തിൽ അവനിൽ നാം അവകാശം പ്രാപിച്ച് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നതിന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പറഞ്ഞത്, മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. He has already destined us. കർത്താവിനെ നിങ്ങൾ അറിഞ്ഞോ?
കർത്താവിനെ നിങ്ങൾ വിശ്വസിച്ചോ? കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചോ? അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി അവൻ മുൻ നിർണയിച്ചിരിക്കുകയാണ്. ഹി ഹാസ് ഓൾറെഡി പ്ലാൻഡ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ. അവൻ നമുക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ്. ഹി ഈസ് ഡെസ്റ്റൈൻഡ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അടുത്തത് 12-ാമത്തെ വാക്യത്തിലാണ് വായിക്കുന്നത്, മുൻകൂട്ടി ക്രിസ്തുവിന്റെ ആശ വെച്ചവരായ ഞങ്ങളെ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് ഹി ഹാസ് ബീൻ കോൺസിക്രേറ്റഡ്. നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഇനിയും ആരും അശുദ്ധരെന്ന് പറഞ്ഞ് മുദ്രകുത്തി പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. പിശാചിന് നമ്മെ ഇനി തൊടാനായിട്ട് അവകാശം തന്നിട്ടില്ല. നമ്മളെ എല്ലാവരെയും കോൺസിഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. പിശാചായിട്ട് ഇനി നമ്മുടെ അടുത്തോട്ട് വരത്തില്ല. നമ്മളായിട്ട് പിശാചിന്റെ അടുത്ത് പോയാൽ പെട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പിശാചിന് നമ്മുടെ അടുക്കിലേക്ക് വരാനായിട്ട് ദൈവം വി ഹാവ് ബീൻ കോൺസിഗ്രേറ്റഡ്. അവൻ നമ്മുടെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. ഇനി ഒരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയത്തില്ല. ഒന്നിനും നമ്മെ മുടിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മെ ദൈവം പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആ പ്രൊട്ടക്ഷൻ വിട്ടിട്ട് പിശാചിന്റെ പുറകെ പോയാൽ ദൈവം ഉത്തരവാദിയല്ല. എന്നാൽ ആസ് ഡിഫോൾട്ട് ദൈവം നമ്മെ കോൺസിക്രേറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിന്റെ നന്മകളിൽ ഒന്ന്, ഇനിയും ഒരു നാളുണ്ട് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായി, നമ്മെ നിത്യതയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അതുമാത്രമല്ല, ദൈവം നമുക്കൊരു ചാർജ് തന്നിട്ടുണ്ട്. അതാണ് 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അവിടെ വായിക്കുന്നത്, തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. നമ്മെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് He has been preserved. Praise the Lord. നമ്മെ എല്ലാം പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കുന്ന, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മെ പ്രിസർവ് ചെയ്യുകയാണ്, നമ്മെ സൂക്ഷിക്കുകയാണ്, നമ്മെ പരിപാലിക്കുകയാണ്. എന്തിനു വേണ്ടി? ഗോഡ് ഈസ് preparing, consecrating, destaining for a future. നമുക്കൊരു നിത്യതയുണ്ട്. അതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം കൊണ്ട് മുദ്രയിടുന്നു. അപ്പോൾ തന്നെ ദൈവം നമ്മെ തന്റെ മഹത്വത്തിനായി കോൺസിക്രേറ്റ് ചെയ്തിരിക്കുന്നു, നമ്മെ മുൻ നിർണയിച്ചിരിക്കുന്നു. He has predestined everything for us. അതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളുടെ ക്വാളിറ്റി. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. സോ ദ ക്വാണ്ടിറ്റി ഈസ്, പ്രൈസ് ദി ലോർഡ്, ഹി ഹാസ് ഗിവൺ എവറിത്തിങ് ഓൾ. ദ ക്വാളിറ്റി ഈസ്, പ്രൈസ് ദി ലോർഡ്. പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ നിർത്താനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് തിങ് ക്വാണ്ടിറ്റി, സെക്കൻഡ് തിങ് ക്വാളിറ്റി, മൂന്നാമത്തെ കാര്യമാണ് the qualification for this spiritual blessings. ഇതിനുള്ള ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? നമ്മെ what makes us to receive this heavenly blessing? വായിച്ച 3-ാമത്തെ വാക്യത്തിലേക്ക് തന്നെ വരാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. So one thing that makes us qualified to receive this spiritual heavenly blessing, that is because we are in Christ. യേശു ക്രിസ്തുവിൽ നമ്മൾ ആയതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിച്ച ഡിഗ്രി അല്ല, നമ്മൾ ചെയ്യുന്ന ജോലിയല്ല, നമ്മൾ വരുന്ന കുടുംബ ശ്രേഷ്ഠതയല്ല, നമ്മുടെ പാരമ്പര്യമല്ല, നമ്മുടെ പിതാക്കന്മാരുടെ കഴിവല്ല, നമ്മുടെ യാതൊരു ശ്രേഷ്ഠതയുമല്ല. That makes us qualified to receive that heavenly blessing. It is nothing but we are in Christ. യേശു ക്രിസ്തുവിൽ നമ്മൾ ആയി എന്നുള്ളതാണ് നമ്മുടെ യോഗ്യത. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലാകാനായി കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയപ്പോൾ, we are been qualified because to receive this all heavenly blessing because we are in Christ. യേശുവിനെ കണ്ടതാണ് നമ്മുടെ ഭാഗ്യം. ഇന്ന് ഈ വെർച്വൽ മീഡിയയിൽ, ഓൺലൈനിൽ നമ്മൾ ഒന്നിച്ചിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, നമുക്കൊരു ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നമ്മൾ വന്നത്, നമ്മൾ ഈ സ്വർഗീയ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നമ്മെ ശക്തീകരിച്ചത്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കഴിവും എടുക്കുവല്ല, നമ്മൾ കർത്താവിനെ അറിഞ്ഞതാണ്, നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞതാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കരേറ്റാമോ? യേസ്, ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തു എനിക്ക് വേണ്ടി ഉണ്ട്. I have received Jesus Christ in my life. I have received Jesus Christ in my personal, hallelujah, as my personal savior.
ഓ ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് ദൈവത്തോട് നമുക്ക് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പകൽക്കാലം ഹല്ലേലൂയ, എനിക്ക് സ്വർഗത്തിലെ ആത്മീയ നന്മകളാൽ എന്നെ അനുഗ്രഹിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ വീണ്ടും സഹായിക്കണമേ, എന്നെ വീണ്ടും ശക്തീകരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാട്ട് ഈസ് ദാറ്റ് really making something sense on that spiritual blessing? How to recognize that God's spiritual blessing? ഒന്നാമത് ഞാൻ പറഞ്ഞത്, it is because of the quantity. സകലതും ദൈവം നമുക്ക് നൽകി തന്നു. സെക്കൻഡ്ലി, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ക്വാളിറ്റി. ബിക്കോസ് അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ മുന്നറിയിപ്പ്. ദൈവം ഹാസ് ബീൻ, ഗോഡ് ഹാസ് ഓൾറെഡി ബീൻ ഫൗണ്ടഡ് us, elected us before the foundation of this world. ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പേ തന്നെ എന്നെ തിരഞ്ഞെടുത്തു. He has been shown his favor to me. അവൻ തന്റെ തിരുഹിതത്തിന്റെ പ്രസാദം എന്റെ മേൽ ചൊരിഞ്ഞു. He has been adopted to his family. തന്റെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് എന്നെ ദത്തെടുത്തു. അവൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകി. He has been redeemed us and he has forgiven us. അവൻ നമുക്ക് വേണ്ടി അതിക്രമങ്ങളുടെ പാപമോചനം നൽകി നമ്മെ ഒരു ഫ്യൂച്ചറിന് വേണ്ടി ഡെസ്റ്റൈൻ ചെയ്ത്, കോൺസിഗ്രേറ്റ് ചെയ്ത്, നമ്മെ പ്രിസർവ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. അതാണ് നമ്മുടെ ആത്മീയ അനുഗ്രഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അവസാനമായി നമുക്കിതിനെ ക്വാളിഫൈഡ് ആക്കുന്നത് നമ്മുടെ ശ്രേഷ്ഠതയ്ക്കാട്ടിലപ്പുറത്തായി യേശു ക്രിസ്തുവിൽ നമ്മളായി എന്നുള്ളതാണ്. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.